റൗണ്ട് ഹോസ് കിക്ക് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഓപ്പണൻ്റ് ഗാർഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഓപ്പണൻ്റെ എൽബോയിൽ കാല് കൊള്ളാതെ പുറം സൈഡിലേക്ക് കൂടെ നമ്മൾ ഔട്ടറിൽ കിക്ക് വന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് കിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതേ റൂട്ടിലൂടെ തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ശരിക്കും ബാക്കിൽ കാല് റേസ് ചെയ്തിട്ട് വേണം കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊന്ന് കിക്ക് ചെയ്ത് റൗണ്ട് കിക്ക്. ഓക്കെ, സ്ലോ. ഞാൻ അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഫോർവേഡ് സ്റ്റാൻസ് കറക്റ്റ് തന്നെ. ഓക്കെ, റേസ് യുവർ ലെഗ്, ബാക്ക് റൈസ്. ഇനി ഇതേ റൂട്ടിലൂടെ ഇങ്ങനെ ലെഗ് വരിക, ഇവിടെ വന്നിങ്ങനെ അടിച്ചതിന് ശേഷം തിരിച്ച് അതേ റൂട്ടിലൂടെ തന്നെ ബാക്കിലേക്ക് ലാൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് റൗണ്ട് ഓഫ് കിക്കിൻ്റെ ശരിയായ രീതി. നമ്മൾ കാല് ഫ്രണ്ടിലേക്ക് എടുക്കുന്തോറും ഫ്രണ്ടിലേക്ക് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ എൽബോയിൽ വന്നിങ്ങനെ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ കിക്കിൻ്റെ എഫക്റ്റ് ഓപ്പണൻറ്റിൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കും. അതിൻ്റെ ശരിയായിട്ടുള്ള എഫക്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം കിക്കിങ്ങനെ മുകളിൽ പോയിട്ട് താഴത്തേക്ക് നമ്മുടെ വെയിറ്റോടെ ഇട്ട് കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ കിക്ക് ഇങ്ങനെ അടിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഇനി ഇതേ റൂട്ടിലൂടെ തന്നെ ബാക്കിലേക്ക് പോട്ടെ. ഇതാണ് യഥാർത്ഥ റൗണ്ട് ഓഫ് കിക്കിൻ്റെ ഒരു രൂപം. നമ്മൾ എപ്പോഴും നമ്മൾ റൗണ്ട് ഓഫ് കിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് റൗണ്ട് ഓഫ് കിക്ക് ചെയ്യും. പക്ഷെ അത് ഫോളാണ്, ശരിക്കും ഫോളാണ്. നമ്മൾ ഒരു ശരിയായ ഒരു ഓപ്പണിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിൽ റേസ് ചെയ്ത് തന്നെ ശരിയായ റൂട്ടിലൂടെ തന്നെ കിക്ക് പഠിച്ചെന്നാലേ നമുക്ക് പരിക്കില്ലാതെ തന്നെ കിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.